നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുഞ്ഞൊരു വീഡിയോ ആണ്, ബെഡ്ഷീറ്റ്. അതിനകത്ത് എപ്പോഴും ഞാൻ എന്ന് ബെഡ്ഷീറ്റിൻ്റെ സെയിൽ നടത്തിയിട്ടുണ്ടോ ഓൺലൈനിൽ, അന്നെല്ലാം ഒരു പ്രാവശ്യം ഒഴിക്കും, ബാക്കി എല്ലാ പ്രാവശ്യവും സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരേ ബെഡ്ഷീറ്റ് തന്നെയാണ് ഈ പ്രാവശ്യവും കാണിക്കുന്നത്. അതായത് അതിൻ്റെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യം തന്നെയും പിന്നെയും പറയുന്നു എന്ന് തോന്നുന്നവർക്ക്, അതായത് ഇത് എപ്പോഴും എന്നും ഡെയിലി വീഡിയോ കാണുന്നവർക്ക് ഈ റിപ്പീറ്റിങ് ഒരു അരോചകമായിട്ട് തോന്നുമ്പോൾ അത് സ്കിപ്പാക്കിക്കോ. പക്ഷേ എന്നും നമ്മുടെ പുതിയ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് സാറ്റിൻ കോട്ടൺ എന്നാണ്. സാറ്റിൻ കോട്ടൺ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും സാറ്റിൻ എന്നുള്ള ആ ഒരു മെറ്റീരിയൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാറ്റിൻ എന്നുള്ള മെറ്റീരിയൽ നമുക്ക് എല്ലാവർക്കും ഒരു തെന്നിപ്പോകുന്ന ഓവറായിട്ട് മിനുസമുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷേ അതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേരെ ആ സാറ്റിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ട് എന്നും കൊണ്ട് ഇത് ബെഡേ വിരിച്ചിട്ടാൽ അനങ്ങത്തു പോലും ഇല്ല. ഇതിന് ഗ്യാരണ്ടി ഞാനാണ്. കാരണം ഇത് ഞാൻ എപ്പോഴും പറയുന്ന കേട്ടോ, കേട്ട് ബോറടിച്ചവർ സ്കിപ്പാക്കിക്കോ. എനിക്കിത് ഞാൻ പറഞ്ഞില്ലേ, പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ ഒറ്റ മുറിയിൽ വേറെ ഒരു ബെഡ്ഷീറ്റും ഈ ബെഡ്ഷീറ്റ് വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. അത്ര കംഫർട്ടാണ് കിടന്നുറങ്ങാൻ, വാഷ് ചെയ്യാനോ കൊണ്ടുനടക്കാനോ ഒന്നും ഒരു പ്രശ്നവുമില്ല. വലിയ ഓവറായിട്ട് വെയിറ്റും ഇല്ല, ആവശ്യത്തിനുള്ള വെയിറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളൂ. പിന്നെ കിടന്നുറങ്ങാൻ അതിസുഖമാണ്, നല്ല സുഖമാണ്. പിന്നെ ഇതിന് പില്ലോ ഇല്ല. പില്ലോ വേണമെന്നുള്ളവർക്ക് ഞാൻ ഷോപ്പിലെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ച് വാട്സപ്പ് കോൾ വിളിച്ചാൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇതിന് ചേരുന്നതോ അല്ലെങ്കിൽ പില്ലോ വേണമെങ്കിൽ എക്സ്ട്രാ എടുക്കുക. ഇതിന് പില്ലോ ഇല്ല, ഇത് പില്ലോ ഇല്ലാതെ വരുന്നത്. ഇതിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ബെഡ്ഷീറ്റ് ഫാമിലി കോട്ടെന്ന് മേളിൽ FC എന്നെഴുതിയിട്ടുണ്ട്, അത് ഫാമിലി കോട്ട്. DC എന്നെഴുതിയാൽ ഡബിൾ കോട്ട്, SC എന്നെഴുതിയാൽ അത് സിംഗിൾ കോട്ട്. അപ്പോൾ ഈ ഫാമിലി കോട്ട് കാണിക്കുന്നതിനകത്ത് FC എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇതിൻ്റെ ഫാമിലി കോട്ട് മാത്രമേ ഉള്ളൂ. DC എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ DC മാത്രമേ ഉള്ളൂ. രണ്ടും ഉണ്ടെങ്കിൽ രണ്ടിനും ഫാമിലി കോട്ടിൻ്റെ കൂടെയും കാണിക്കും, ഡബിൾ കോട്ടിൻ്റെ കൂടെയും കാണിക്കും, സിംഗിൾ കോട്ടിൻ്റെ കൂടെയും കാണിക്കും. ഏതാണോ കാണിക്കുന്നത് അതേ ഉള്ളൂ. ഇതിപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഇതിൻ്റെ ഡബിൾ കോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡബിൾ കോട്ട് ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. അപ്പം അതാണ് കാര്യം. പിന്നെ സാറ്റിൻ കോട്ടൺ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഏക ഡ്രോബാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ട് ബോറടിച്ചവരൊന്നും പറയരുത്, നിങ്ങളത് വിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് പറയുന്നതെന്ന് ഓർത്താൽ മതി. ഇങ്ങനൊരു ഭാഗമുണ്ട്, ഇതെന്ന് പറയുന്നത് തേരെന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത്. ഇതിന് ശരിക്കും ഓരോ സ്ഥലത്തും എന്താണെന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിങ്ങനെ ഊർന്നു പോകത്തോ ഊരിപ്പോകത്തോ കീറിപ്പോകത്തോ ഒന്നുമില്ല. ഇത് നമ്മളിപ്പം എല്ലാത്തേലും ഉണ്ട്. ഷോളിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു സൈഡ് കാണത്തില്ല, ഇങ്ങനെ ഇച്ചിരി കട്ടിക്കിരിക്കുന്നത്, അങ്ങനെ വരുന്നൊരു സാവുക. പക്ഷേ ഒരു സൈഡ് നിങ്ങൾ ഇത് വേണമെങ്കിൽ ഇത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം. കാരണം ഇത് അടിച്ചിട്ടില്ലാത്ത ഒരിതാണ്. നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇത് വലിയ ബണ്ടിൽ കണക്കിന് വന്നിട്ട് അത് ഓരോ സൈസ് വെച്ച് കട്ട് ചെയ്യുക. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ നൂലുകൾ വെളിയിലേക്ക് വന്നേക്കാം. അത് പക്ഷേ പലപ്പോഴും നമ്മൾ ചിലർ ബെഡ് വിരിക്കുന്നത് എങ്ങനെയാണ്, കവിഞ്ഞ് കിടക്കത്തക്ക രീതിയിലാണ് വിരിക്കുന്നത്. ചിലർ ബെഡ് വിരിക്കുന്നത് ബെഡിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചാൽ, അപ്പോൾ അകത്തേക്ക് കയറ്റി വെച്ച് ഇടുന്നവർക്ക് അത് പ്രശ്നമില്ല. ഇത് ഹെഡിലും തലയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തുമായിട്ടാണ് ഇത് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഓർക്കുന്നില്ല, ചിലത്തിൽ അങ്ങനെയാണ് വരുന്നത്, ചിലത് രണ്ട് സൈഡിലായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് അടിച്ചിട്ട് ഉപയോഗിക്കാം. നമുക്കിത് അടിച്ചിട്ട് തരാമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്രയും ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബെഡ്ഷീറ്റിന് ഒരിക്കൽ പോലും എനിക്കൊരു ഡ്രോബാക്ക് കിട്ടിയിട്ടില്ല. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്നേ ഞാൻ പറയുള്ളൂ. എപ്പോഴും ഈ ബെഡ്ഷീറ്റ് കാണിക്കാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഇതിന് പില്ലോ ഇല്ല, അതൊരു ഡ്രോബാക്കാണ്. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ രണ്ട് കുഴപ്പങ്ങൾ ഇതിനുള്ളൂ. അതൊരു കുഴപ്പമേ അല്ല. പില്ലോ കവർ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേറെ എടുക്കാം. പിന്നെ വേറെ തന്നെ എല്ലാം നല്ല കംഫർട്ടാണ്. അത് ഞാൻ പറഞ്ഞു, ഞാനാണ് ഇതിൻ്റെ ഗ്യാരണ്ടി. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലമെങ്കിലുമായിട്ട് എൻ്റെ വീട്ടിൽ സ്ഥിരം ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഡബിളാട്ടെ, സിംഗിളാട്ടെ, ഫാമിലി ആട്ടെ, ക്യൂനാട്ടെ, ബിഗ് എന്തോ തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എത്ര ഉറപ്പോട് വാഷിംഗ് മെഷീനിലിട്ട് കഴുകുമോ എന്ത് വേണം ചെയ്തു, ഒരു പ്രശ്നവും ഇല്ല. ആവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെന്താ, ഇതിപ്പം 2 പീസാണേ. ഇതിപ്പോൾ ഫാമിലി കോട്ടാണ്. ഫാമിലി കോട്ടെന്ന് പറഞ്ഞാൽ ഫാമിലി കോട്ട് ബെഡ്. ഇത് കണ്ടോ, ഇങ്ങനെ ഇത് ഫാമിലി കോട്ട്. നിങ്ങളപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പം ഇത്രയും തന്നെ
ഉണ്ട്, അങ്ങോട്ടും അത്രയും തന്നെ ഇതുണ്ട്, ഇങ്ങോട്ടും. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പം നിങ്ങൾ FC വേണമെങ്കിൽ, അതായത് ഫാമിലി കോട്ട് വേണമെങ്കിൽ ഫാമിലി കോട്ടിൻ്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം മേളിൽ. കാരണം FC എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം. DC എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് FC ആയിരുന്നു വേണ്ടത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓർഡർ എടുക്കാനിരിക്കുന്ന ഞാനല്ല, വേറെ ആൾക്കാരാണ്, കൺഫ്യൂസ്ഡ് ആകും. അവർ ചിലപ്പം അയച്ചു വിടുന്നത് വേറെ സാധനമായിരിക്കും. ഇവിടുത്തെ ഈ കസർത്തും പരിപാടി മാത്രമേ എനിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പരിപാടി ചുമ്മാ ഇരിക്കുക, എന്നിട്ടും പണി മടുത്തേന്നും പറഞ്ഞ് ഈ പല്ലടി, അതാണ് എൻ്റെ പണി. ചുമ്മാ പറയുന്ന കേട്ടോ, ഞാൻ എന്നെ തന്നെ ബോധിപ്പിക്കാൻ പറയുന്നതാണ്. ചിലപ്പോൾ ഞാൻ ചിലപ്പോഴേ എന്നോട് പറയും, ഇത് ഞാൻ പറഞ്ഞു 100 പ്രാവശ്യം പറഞ്ഞു, ഒന്നുകൂടെ കേട്ടതിന് ക്ഷമിക്കണം കേട്ടോ. രാവണൻ്റെ പോലെ 10 തലയും 10 ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ തലയിലും 2 കണ്ണ് വെച്ചിട്ടുണ്ടല്ലോ, ഓരോരുത്തരെയും നോക്കായിരുന്നു, ഓരോ കാര്യം ചെയ്യായിരുന്നു അല്ലേ. 10 കൈ ഉണ്ടായിരുന്നെങ്കിൽ. ചില സമയത്ത് സ്ത്രീകൾക്ക് അങ്ങനെ തോന്നും, എനിക്ക് കുറച്ചും കൂടെ കൈയും കാലും തലയൊക്കെ ഉണ്ട്. തല വേണ്ടല്ലേ, ഇച്ചിരി എല്ലാത്തിനെ കൂടുതലാണ്. ഞാനും ഒരു പെണ്ണല്ലേ, പെണ്ണിനുള്ള ഗുണമുണ്ട്, എന്തോരം ഗുണങ്ങളുണ്ട്. പെണ്ണിനെ കൊണ്ടേ പലതും പറ്റും. പെണ്ണില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല, അറിയാവോ? ഈ ആണുങ്ങൾക്ക് ഇത് വല്ലതും അറിയാവോ? അല്ലേ, അറിയാവോ? ഞാൻ പറയും, ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് ചിലപ്പം വലിയ വെല്ലുവിളിയൊക്കെ നടത്തും. ഞാൻ ഒരു ദിവസം എവിടെയെങ്കിലും പോയ അപ്പനും മക്കളും കൂടെ ഈ വീടെടുത്ത് മറിച്ച് വെക്കും. അന്നപ്പം നിനക്കൊക്കെ മനസ്സിലാകുന്നു ഒരു കൂസലും ഇല്ലേ. പക്ഷെ ഞാൻ പോകത്തില്ല, എവിടെയും പോകത്തില്ല, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമെന്ന് ഇവർക്കറിയാം. അതിൻ്റെ അഹങ്കാരം, അത് സത്യമായിട്ട് ഞാൻ പറയുന്നതാ. അയ്യോ എന്നല്ലേ, എന്താ അല്ലേ. പിന്നെ അടുത്തത് ഇത് കേട്ടോ, അടുത്ത ഇത് നിങ്ങളുടെ അക്കൗണ്ടൻ്റ് അവിടെ വന്ന് കിടന്ന് കിട്ടുന്നുണ്ട്. സാർ ഇവിടെ വീഡിയോ എടുക്കുകയാണ് സാർ. ഇത് അടുത്തത് കേട്ടോ, ഡിസൈനിൽ എനിക്ക് ആരെങ്കിലും ഇടയ്ക്കുണ്ടെങ്കിലും പറയും. ഇതെല്ലാം ഫാമിലി കോട്ടാണ് കേട്ടോ, മൊത്തം നിവർത്ത് കാണിക്കാത്തത്. ഇത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള, ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളതൊരു നല്ലൊരു വൃത്തിയുള്ള ആഷ് കളറാട്ടോ. ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ ഇത് കിട്ടും കേട്ടോ. ഇത് ഒത്തിരി പേര് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരാൾക്കാരുണ്ട്, ഒത്തിരി പേര്. എല്ലാം ഭയങ്കര ഡാർക്ക് ഷെയ്ഡല്ല, ഒരു മാതിരി ഒരു പേസ്റ്റലെന്നും പറയത്തില്ല, ഈ ഒത്തിരി ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമുള്ള വെള്ളയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പിള്ളേർക്കുള്ളതൊക്കെ. ഇതുണ്ട്, ഇതാണ് ഡിസൈൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയോ നോക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതുണ്ടോ ഫാമിലി കോട്ടിനി ഒരെണ്ണം കൂടിയുള്ളേ. ഇവിടെയൊക്കെ എല്ലാവർക്കും പനിയാണ്, സ്റ്റാഫിനും അവർക്കും ഇവർക്കും എല്ലാവർക്കും പനി, എല്ലായിടത്തും പനിയല്ലേ. എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. എനിക്ക് ഈ ഇതില്ലേ പകർച്ചവ്യാധികൾ പറയരുതല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർ പറയും അങ്ങനെയൊക്കെ പറയാതെ. പകർച്ചവ്യാധികൾ എനിക്കങ്ങനെ വരില്ല. എനിക്ക് വരുന്ന എന്നാ രോഗമെന്നറിയോ, തലവേദന. പകരുന്നതല്ലല്ലോ. പിന്നെ അതൊക്കെ എന്തിനാ പറയുന്നല്ലേ. ആഷിൻ്റെ വേറൊരു കളർ കേട്ടോ. സത്യം പറയാം, ഇന്നും വീഡിയോ ഇടുന്നില്ലെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്. ഇന്നലെ പർച്ചേസിന് പോയിരിക്കുമായിരുന്നേ. അപ്പം എന്നാൽ പിന്നെ ഇന്നും കൂടെ വീഡിയോ ഇടായിരുന്നായിരുന്നു എന്ന് വെച്ച് മടി കയറാൻ തുടങ്ങിയായിരുന്നു. വീഡിയോയെ ബഹിഷ്കരിച്ചാലോ എന്ന് ഞാൻ ഓർക്കുക. വീഡിയോ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയേ അല്ല കേട്ടോ. മടുപ്പാണ് അപ്പടി. അയ്യോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറയുന്ന കേട്ടോ. നിങ്ങളൊന്നും പറയും ഞാൻ വീഡിയോ കാണാനൊന്നും പോയേക്കല്ലേ. വീഡിയോ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. വീഡിയോ ഉള്ളത് കൊണ്ട് മാത്രമല്ല, വീഡിയോ നമ്മുടെ എന്തോരം കസ്റ്റമേഴ്സാണ് വരുന്നത്. വീഡിയോ കണ്ടിട്ട് എന്തോരം കസ്റ്റമേഴ്സാണ് വരുന്നത്. അവരെയൊക്കെ അങ്ങനെ കുറച്ച് പറയാൻ പാടുണ്ടോ അല്ല. ഞാൻ പറഞ്ഞത് തൂത്തു മായ്ച്ചു തിരിച്ചെടുത്തു കേട്ടോ. ഇതിൻ്റെ ചിലപ്പം ഫാമിലി കോട്ട് ഉണ്ടായിരുന്നിരിക്കുക. അത് നിങ്ങൾ നോക്കണ്ട. മേളിലത്തെ സ്ക്രീനിൽ എന്താണോ ഉള്ളത് അത് നോക്കുക. ഇതിൻ്റെ തന്നെ ഫാമിലി കോട്ട് തരാമോ അല്ല ഇതിൻ്റെ തന്നെ സിംഗിൾ കോട്ട് തരാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കാണത്തില്ല. ഇതിലെന്താണോ കാണിക്കുന്നത്, സ്ക്രീനിൽ എന്താണോ കാണിക്കുന്നത് അതേ ഉള്ളൂ. ചിലർ അങ്ങനെ ചോദിക്കുവേ. ഈ പ്രാവശ്യം അങ്ങനെ ഇല്ല. ചില പ്രാവശ്യം അങ്ങനെ എല്ലാ തോരണത്തിൽ ഇപ്പം ഇതിൻ്റെ തന്നെയാണെങ്കിൽ FCയും വരും, DCയും വരും, SSCയും വരും. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയില്ല. ഇതിപ്പോൾ ഷോപ്പിലിരിക്കുന്ന ബെഡ്ഷീറ്റ് അല്ല സത്യത്തിൽ. ഷോപ്പിൽ ഇത് ഇന്നലെ വന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഏതാണ്ട് വലുത് കാണിച്ചെന്ന് തോന്നുന്നു അല്ലേ. ഫാമിലി കാണിച്ചല്ലോ. അപ്പോൾ ഇത് നോക്കണ്ടല്ലോ. വീഡിയോ ഫാമിലി അല്ല. DC ദാസ
എന്നാന്ന് മനസ്സിലായോ? മറ്റേ സിനിമയില്ലേ ഗോദ, അല്ല എന്നാ ഗോദ അല്ലേ, പിന്നെ എന്നാ ഗോദയാ ഗുസ്തിക്കാരുടെ കഥയുള്ളേ, അതിനകത്ത് ടോവിനോയെ പോയി ആ പുള്ളി മരിച്ചു പോയി കേട്ടോ. ഈ കഥാപാത്രമേ പുട്ടുണ്ട് അങ്ങനെ പറയുന്നില്ലേ, ആ പുള്ളി വിളിക്കുന്നു ദാസ 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 ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിക്കുന്ന. അട്ടി കിട്ടാഞ്ഞത് ഭാഗ്യം. തീർന്നോ, ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ഇതെന്താ സാധനം എന്ന് സ്ക്രീനിലുണ്ട്. DC ആണോ എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതെ. DC ആണോ FC ആണോ SC ആണോ എന്ന് സ്ക്രീനിലുണ്ട്. സ്ക്രീനെ നോക്കി സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ ഇതിൻ്റെ ഡെസ്പാച്ചിന് അധികം സമയം എടുക്കത്തില്ല, എന്നാലും പിറ്റേ ദിവസം ഡെസ്പാച്ച് നടക്കത്തില്ല. നമ്മൾ നോർമലി ബുക്കിംഗ് ടേൺ അനുസരിച്ച് ഡെസ്പാച്ച് ചെയ്യും, സാധാരണ പിറ്റേ ദിവസം തന്നെ ഡെസ്പാച്ച് തുടങ്ങും. പക്ഷേ ഇതിൻ്റെ ഡെസ്പാച്ച് ഒരു 2 ദിവസത്തിന് ശേഷമേ തുടങ്ങത്തുള്ളൂ. അതായത് ഇന്നിപ്പോൾ നിങ്ങൾ വൈകുന്നേരം വീഡിയോ കണ്ടിട്ട് വൈകുന്നേരം ബുക്ക് ചെയ്താൽ നാളെയും കഴിഞ്ഞ് മറ്റന്നാളും കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഡെസ്പാച്ച് തുടങ്ങാൻ ചാൻസ് ഉള്ളൂ. എന്നാലും ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. മാക്സിമം ഒരു 5 ദിവസം 6 ദിവസം എടുക്കുകയുള്ളൂ, അത്രേ ഉള്ളൂ. വേറെ വീണ്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. താങ്ക് യു.